എനിക്കാണെങ്കിൽ ഈയിടെയായിട്ട് സാലഡ് റെസിപ്പീസിനോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ ചൈനീസ് ക്യാബേജ് കണ്ട മാത്രയിൽ ഞാനെടുത്ത് ബില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇങ്ങനെ ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സംഭവം യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷെ ഇപ്പം എനിക്കില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു എന്താ പറയുക, ന്യൂ ഫിയർ അൺലോക്ഡ് എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം അങ്ങോട്ട് തറഞ്ഞു കയറിയിട്ടോ. ഒരു ലേഡി പുതുതായിട്ടൊരു സാലഡ് റെസിപ്പി ട്രൈ ചെയ്തപ്പോൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വെജിറ്റബിള് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ആ സംഭവം അലർജിക്കായി അത്യാവശ്യം നല്ല രീതിയിൽ ബോഡിയിൽ പണി കിട്ടി. ഇങ്ങനെ തുടർച്ചയായിട്ട് അതിങ്ങനെ റെക്കറിങ് വന്നുകൊണ്ടേ ഇരിക്കുവാണ് ആ അലർജി. അപ്പോൾ അത് ഭയങ്കര സീനായി ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ടെൻഷനായിട്ടോ. അതൊരു മലയാളിയായിരുന്നു. ഞാനാണെങ്കിൽ ഇത് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് ഉടനെ തന്നെയാണ് ആ വീഡിയോ കാണുന്നത്. പിന്നെ ഇതെടുത്ത് കളയണോ വേണ്ടയോ, കഴിക്കണോ വേണ്ടയോ എന്നുള്ള തോട്ടൊക്കെ ആയിട്ടോ. ഇത് കാണുമ്പോൾ അത്ര ഫ്രഷ് അല്ല എന്ന് തോന്നുന്നുണ്ടെന്ന് അമ്മയും പറഞ്ഞു. അതുകൊണ്ട് ഞാനിത് ക്ലീൻ ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ മൊത്തം കൺഫ്യൂസിങ് സ്റ്റേജിലാണ്. പിന്നെ ഞാൻ അത്യാവശ്യം മോശമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞ് ഒരുമാതിരിപ്പെട്ട മെജോറിറ്റി സാധനം കളഞ്ഞിട്ട് നല്ലത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതും ഞാൻ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിനകത്ത് വല്ല പുഴുവോ കളർ ചേഞ്ചോ ഒക്കെ കാണുവാണെങ്കിൽ ഞാൻ ഇത് യൂസ് ആക്കത്തില്ല കേട്ടോ. ഇത് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് യൂട്യൂബിൽ നല്ലൊരു അടിപൊളി റെസിപ്പിയൊക്കെ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചതെങ്കിലും ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടാട്ടോ അവസാനിച്ചത്.